എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മണ്ണമ്പട്ടയിലത്തെ വീട്ടിലത്തെ ചോറും കറികളും വെക്കുന്ന വെക്കലാണ്. രീതികൾ എന്ന് പറഞ്ഞാൽ ആ രീതികളും ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പം ഇന്ന് കടയിൽ നിന്ന് വിട്ട് വീട്ടിലാണ്. വീട്ടിൽ അച്ഛൻ പറമ്പിൽ എന്തൊക്കെയോ ജോലികളിലാണ്. കാരണം കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, മക്കളുടെ അടുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ചവറും ഭയങ്കര കാറ്റല്ലേ, നമ്മുടെ അവിടെ നിറയെ വൃക്ഷങ്ങളാണേ. അപ്പോൾ കുറേ വൃക്ഷങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞു. ഓരോ കാര്യങ്ങൾക്കും ഈ ചെടിത്തോട്ടങ്ങൾ ഉണ്ടാക്കാനും. ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മാവും പ്ലാവും, ഇവിടെ ഒരു തേക്ക്, അപ്പുറത്തൊരു മാവ്, അപ്പുറത്തൊരു തേക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. നിറയെ ഇല കൊഴിയിലായിരുന്നു. അങ്ങനെ ഇപ്പം ഇതൊക്കെ ഇവിടെ എടുക്കാൻ വേണ്ടി നമ്മൾ കുറേയൊക്കെ മുറിച്ച് മാറ്റേണ്ടി വന്നു. പിന്നെ തന്നെയല്ല, പെരേര അരുവത്തുള്ളതായ കൊണ്ടാണ് അധികം മുറിച്ചത്. കാറ്റൊക്കെ ഊതുമ്പോഴേ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കണം. തെങ്ങുകളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞു, ഉയരുള്ളതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം പഴയ പോലെയൊന്നല്ല, എപ്പോഴാണ് ഊതി തട്ടിടാൻ തോന്നാന്ന് അവർക്ക് തന്നെ അറിയില്ല. പിന്നെ മഴ പെയ്യുമ്പോഴായാലും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ മുറിച്ച് നമ്മൾ കുറേ മാറ്റി. മരങ്ങൾ മുറിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ കുറേ വെച്ച് കൊണ്ടിരിക്കും. കുറേ വെള്ളമൊഴിച്ചൊക്കെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ ഒരുവിധം പ്രായമായ മരങ്ങളൊക്കെ ഇവിടുത്തെ അമ്മയും തൃശ്ശൂരത്തെ അമ്മയൊക്കെ വെച്ചിട്ടുള്ള മരങ്ങളാണ്. അതും കുറേയൊക്കെ നമുക്ക് മുറിക്കേണ്ടി വന്നു. അപ്പോൾ അച്ഛനവിടെ എന്തൊരു ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു പുതിയ പൂ വിരിഞ്ഞ് കണ്ട് അത്രയ്ക്കായി. ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് വരുന്നത്. അപ്പോൾ അത് വലുതായി. അപ്പോൾ വല്ലപ്പോഴും ആണ് ഇങ്ങനത്തെയൊക്കെ വിരിയുള്ളേ. അത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അത് വിചാരിച്ചിട്ടാ. പിന്നെ ഇപ്പോൾ ഓർക്കിഡുകൾ മൊത്തത്തിൽ ചൂടുള്ള കാരണം പൂക്കൾ ഉണ്ടാവാത്തൊരു സമയം കൂടിയാണെന്നാണ് എല്ലാവരും പറയുന്നത് പൊതുവേ. അപ്പോൾ ഒരെണ്ണം ആർക്കും ഉണ്ടാവാത്ത ഇതായിട്ടുള്ളതാന്ന് തോന്നുന്നു. എനിക്ക് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെച്ചൊക്കെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് പോവാം. നമ്മുടെ മീൻ കണ്ട ആകെ വെള്ളമൊക്കെ മാറിയ കാരണം എന്താണാവോ മുകളിൽ കിടന്ന് ഇങ്ങനെ കളിക്കുക. കുറേയൊക്കെ പോയി തോണ്ടിട്ട മീനൊക്കെ നിറച്ചടന്നു. ഇപ്പം എന്താണാവോ ഒത്തിരി കുറവാ. അയ്യോ, അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റണം. അതിൻ്റെ അരിവൊക്കെ കണ്ട ആകെ ഇങ്ങനെ ഇതായി. നമുക്കൊന്ന് മാറ്റി ഒന്ന് നല്ലതാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, സമയം കിട്ടുകയാണെങ്കിൽ. അടുക്കളയിലത്തെ കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോഴേ നേരം മണിയാവും. സാരിവാലന്മാരൊക്കെ ഉണ്ട്, നിറയെ സാരിവാലന്മാരാ. അപ്പുറത്ത് വലിയ ഇതോള് മാത്രം ഇട്ടാ അരുത്ത് കണ്ട. അങ്ങോട്ട് പോടാ കണ്ട. ഇനി ഞാൻ ഇത് മാറ്റാൻ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടാ. പിടിച്ചിട്ട് എനിക്ക് മീനെ പിടിക്കാൻ നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാ? വീടിൻ്റെ മുകളിലത്തെ ബൊഗൈൻവില്ല കണ്ട. ഇത് ഞാൻ ഈ ചെടിച്ചട്ടിയിൽ വെക്കുന്ന ബൊഗൈൻവില്ലേനെ മേടിച്ചിട്ട് കൊണ്ടുവന്ന് ആ മുക്കിൽ നട്ടതാ. അയ്യോ, വെട്ടേണ്ട കാര്യം കേട്ടാ. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും മുള്ളുമ്മ കിടന്ന് കളിക്കുന്നത് ഞാൻ അച്ഛനും. ഇനി അതിൻ്റെ കടക്കെ വെച്ച് വെട്ടാന്ന് വിചാരിച്ചു നോക്കണം. പക്ഷെ വലുതായി വന്നാൽ പൂവുണ്ടാവും. വലുപ്പത്തിനനുസരിച്ചുള്ള പൂവൊന്നും ഉണ്ടാവണില്ല, എന്നാലും കുറച്ചുണ്ടായിട്ടുണ്ട്. ബ്രൈഡൽ ബൊക്കെ നിറയെ പൂത്തുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും കുറേ ബൊഗൈൻവില്ലകൾ കുറച്ച് പൂവുണ്ടായിട്ടുണ്ട്. വെള്ള നല്ല ഭംഗിയല്ല കാണാൻ. പിന്നെ അതെ ചെത്തി ഉടുമലൊക്കെ ഒരു വളരുന്ന വീഡിയോ കണ്ടില്ലേ, അതിന് ശേഷമായിട്ടാ കുറച്ചിങ്ങനെ മുട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. എല്ലാത്തുമ്പിലും കുറച്ച് മുട്ടും പൂവൊക്കെ വന്നു. അപ്പം മനസ്സിലായില്ലേ നമുക്ക് വളത്തിൻ്റെ കുറവാന്ന്. പിന്നെ അത് ഇവിടെ എന്തെന്നതിന് പറയാ, ഞങ്ങളിവിടെ കോഴിവാലം എന്നൊക്കെ പറയും. ഉണ്ടായി വരുന്നുള്ളൂ, മുട്ടിട്ട് ഇങ്ങനെ ഇതായിട്ട് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഈ അടീനിയം കുറച്ച് പൂവുണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൂവ്. ഒക്കെ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. ഇത് പിന്നെ വേറെ ഒരു ഓർക്കിഡ് കേട്ടോ. അതിങ്ങനെ നീണ്ട് വന്നിട്ട് തലപ്പത്തുണ്ടാവുള്ളൂ. ഇത് എത്ര കൊല്ലങ്ങളായിട്ടുള്ളതാ ഈ ഓർക്കിഡ്. പിന്നെ ഒരു സങ്കടം എന്തിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 4 ഗോൾഡ് ഫിഷായിരുന്നു കേട്ടാ. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും ഒരെണ്ണം ചത്ത് പൊന്തിക്കെടുക്കണം. എന്താ പറ്റിയെന്നറിയില്ല. അത് ഭയങ്കര സങ്കടമായി. അപ്പോഴേ ആദ്യം തന്നെ ചോറ് ഞാൻ കാലത്ത് തന്നെ ഇത്തിരി നേരത്തോടെ എനിക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ
ഇന്ന് നാടൻ രീതിയിൽ പോർക്കാണ് അച്ഛൻ മേടിച്ചോട് നോക്കണം. അപ്പം ഞാൻ കഴുകി ഞാൻ വാല വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നെയ്യ് ഇത്തിരി കുറവാണ്. പക്ഷെ ഇന്ന് നെയ്യ് കിട്ടേണ്ട ദിവസമായിരുന്നു. അപ്പം ഇന്ന് നെയ്യില്ല നമുക്ക്. അപ്പോൾ അതാണ് നമ്മൾ വെക്കുന്നത്. അത് കൂർക്കിയിട്ടിട്ട് പഴയ കാലത്ത് വെക്കുന്നത്. നെയ്യൊന്നും കളയില്ല പഴയ കാലത്തെ. ആ കഷ്ണമൊക്കെ ഇട്ടിട്ടാണ് വെക്കുക അന്ന്. അപ്പോൾ ഇന്നത്തെ പോലെ ഡ്രൈ ആക്കി എടുക്കണ പരിപാടിയൊന്നും പഴയ കാലത്തെ ആൾക്കാർക്ക് അറിയേയില്ല. പിന്നീട് വന്നതൊക്കെയാണ്. അതൊക്കെ തേങ്ങയൊക്കെ അത് ഓരോന്ന് കാണിച്ചൊക്കെ കണ്ടിട്ടാണ് പിന്നെയുള്ളവരൊക്കെ അത് പഠിച്ചത്. അപ്പം എൻ്റെ അമ്മയുടെ കാലത്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണം ഇട്ടിട്ട് പോർക്കിറച്ചി നല്ല പിളുന്നിരിക്കുന്ന ഒരു പോർക്കിറച്ചി കറി നിങ്ങളൊക്കെ തിന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റാട്ടാ. അന്ന് പോർക്കിൻ്റെ ആ പുളിപ്പുള്ളത് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ നാടനിൽ കൂടി തന്നെ നല്ല നാടനായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കൂർക്ക ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറച്ചീനെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചീനെ നമുക്ക് ഇതിലേക്കിടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കാം. ബാക്കിയൊക്കെ ഇനി വറക്കുമ്പോൾ ഇടാം. ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെന്താ, കുറച്ച് വേപ്പിൻ്റെ ഇല വേണം. കുറച്ച് നാടൻ പച്ചമുളകില്ലേ, അതായത് നമ്മുടെ കാന്താരി പച്ച പൊട്ടിച്ചു കൊടുന്നെന്താ അതൊന്ന് ചതച്ചതിലിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂട്ടി ചതയ്ക്കാം. പിന്നെ വെളുത്തുള്ളി ഇത്തിരി അധികം ഇട്ടുണ്ടെങ്കിൽ പോർക്കിറച്ചിയുടെ ആ ഒരു മണത്തിനൊരു മണം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തവർക്കേ, അപ്പം അതും കുറച്ച് നമുക്ക് ചതച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെളുത്തുള്ളിനെ ഒന്ന് ചതച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. ശരിക്കും പറയണത് ഇത് പോർക്കിറച്ചിയാന്നേ പറയില്ല കേട്ടാ. അതുപോലത്തെ ഇറച്ചിയെ വാങ്ങിച്ചോട് നോക്കണം അച്ഛൻ. ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നെയ്യ് തന്നെയുള്ളത് കിട്ടും. നമുക്ക് നെയ്യ് വേണ്ടാന്ന് വെച്ചാ. അപ്പം അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേ അച്ഛൻ്റെ പരിപാടി ചെയ്തിട്ട് അത് നോക്കിയാലോ നമുക്ക്. അച്ഛൻ കുറേ നേരമായി പറമ്പിൽ, ഒന്ന് ചെന്ന് നോക്കാം. അച്ഛൻ്റെ അവിടെ കളച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറഞ്ഞേ. എന്തിട്ട് പണി? തീയിടല് ആകെ ഉണങ്ങിയിട്ടാ. നമ്മൾക്ക് ഇവിടെ അങ്ങനെയാ. വേനൽക്കാലായ പിന്നെ ഉണക്കാല ചേട്ടാ. ആ കാട്, അതാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ നമ്മുടെ ചേമ്പൊന്ന് നോക്കിയാലേ ചേട്ടാ, നമുക്ക് ഒരു മഴ പെയ്താൽ പിന്നെ അത് ആകെ ഇതാവും. അപ്പോൾ ഒന്ന് ആ കട പറിക്കാം അല്ലേ. അധികം അങ്ങനെ ചേമ്പും കടകളൊന്നും ഇല്ല കേട്ടാ. ഏതെങ്കിലും പറക്കി, കുറച്ചുള്ളത് മതി നമുക്ക്. അപ്പം അത് വെട്ടിക്കളയാൻ പോവാണ്. പക്ഷെ അതിൻ്റെ അത് നമുക്ക് കറി വെക്കാൻ എടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ കണ്ടൊക്കെ മുറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി പാത്രമില്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. പറഞ്ഞു ആ മുള വന്നത് അത് വിത്ത് മുളച്ചതാണോ ചേട്ടാ? വേരാണല്ലോ ചേട്ടാ. ചേമ്പും കടയെ കാട്ടിലും വലുത്. കട കാണുന്നതുണ്ടാവുള്ളൂട്ടോ ചിലപ്പോ. കാര്യമായിട്ടൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. തുണിയൊക്കെ ഇട്ട് മൂടിൻ്റെ പൊട്ടിയാ. വേര്
കുറെ പേര് കണ്ട പേര് തന്നെ അധികം ഏത് കാലത്തും ഈ ചേമ്പ് ഇങ്ങനെ തന്നെയാ കാര്യമായൊരു ഉണ്ടാവില്ല ഒന്നും ചെയ്തിട്ടില്ല അല്ലേ ചേട്ടാ പിന്നെ നല്ല ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല ചെത്തി കൂട്ടിണ്ടാവും വെറുതെ പുല്ല് പോവാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വർഷകാലം ആകുമ്പോൾ പുല്ല് പോവാനായിട്ട് അച്ഛൻ അത് വെറുതെ ആ പുല്ലൊക്കെ അതിൻ്റെ കടക്കിയിട്ടിട്ട് ഇതേ മുറത്തിൽ കിടക്കണണ്ട ഇതാണ് നമുക്ക് കിട്ടിയത് കട നടല്ല കൂട്ടാൻ വെക്കാം അടിപൊളിയാ കൂട്ടാൻ വെക്കാൻ എനിക്ക് ചേമ്പിനേലും ഇഷ്ടാട്ടോ അത് പയറിട്ട് കൂട്ടാൻ വെച്ചാ ഭയങ്കര ഇഷ്ടം എനിക്ക് അതൊരു കഷ്ണം എടുത്ത് വെക്കിട്ട് ചേട്ടാ നമുക്ക് എപ്പോഴേലും കറി വെക്കാം അതിലുണ്ടാവില്ല ചേട്ടാ അത് അതിൻ്റെ കടപ്പ പാറ പോലെയായി കണ്ടായില്ലേ അതിന് ഉറച്ചിട്ട് ഇല്ല അതില് അതൊക്കെ നട്ടുണ്ടാവും കേട്ടാ ഒക്കെ നട്ട മുളച്ചു വരുന്നതാ എവിടുന്നെങ്കിലും അതാണ് നട്ടത് അതുമെന്നാണ് ആ വലിയ കടയായിട്ട് വന്നത് കടയാണ് വലുതാവുക അപ്പൊ നമ്മുടെ ചേമ്പ് പറ കഴിഞ്ഞൂല ചേട്ടാ അതെ ചേമ്പിന്റെ കട വെട്ടുണ്ട് കേട്ടോ അച്ഛൻ നമുക്കതിൻ്റെ ഒരു കഷ്ണം നമുക്ക് അച്ചാറിടാട്ടോ ചേട്ടാ നമുക്കത് അതൊക്കെ മുറിച്ചിട്ട് അതൊരു ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കും നട പൊളിക്ക് ദേ കണ്ട അവിടെ ഇരുണ്ട കൊണ്ടുപോവാം നല്ലതാ അപ്പൊ നമ്മുടെ കുക്കറും തുറന്നു നോക്കിയാലോ നമുക്ക് അപ്പം ഞാൻ ഇന്നലെ വേവിച്ച് വെച്ച കൂർക്കയാണിത് അപ്പം അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതൊന്ന് വേവണ്ട എന്നാലും ഒന്ന് കിടന്നൊന്ന് തിളക്കട്ടെ നെയ്യൊക്കെ ഒന്ന് അതിൽ പിടിക്കണ്ടേ അപ്പോൾ ഒന്ന് നന്നായി തിളക്കട്ടെ എന്ത് വന്നതായാലും നെയ്യ് പിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം അപ്പോഴേക്കും ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടാ അപ്പോൾ നന്നായി തിളച്ച് ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കാച്ചിയാലോ നമുക്ക് ഉള്ളിയാണ് കേട്ടോ സബോളയൊന്നും എടുത്തിട്ടില്ല ഞാൻ അപ്പോൾ ഉള്ളി മൊരിഞ്ഞു വന്നു ബാക്കി മസാലകൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ച് ഇശും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് ഇത് കാശ്മീരി ചില്ലിയ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് ഒരുവിധം മൂത്ത് വന്നു എല്ലാതും
നല്ലോണം കിടന്നൊന്ന് തിളക്കട്ടെ, ഒന്ന് പിടിക്കണ്ടേ. അപ്പം നമ്മുടെ ഇറച്ചിയുടെ പണി ഇതേ കഴിഞ്ഞു കേട്ടോ. എന്താ അത്യാവശ്യം ചാറ് കൂട്ടിയായാലും ചോറുണ്ണാം. നമുക്ക് വേറെ ചാറ് കറി ഇല്ല താനും. അപ്പോൾ അതങ്ങനെ ഇറക്കി വെക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു കുറവ് വേണ്ട നീ. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ചേമ്പ് നന്നാക്കി ഉപ്പേരി വയ്ക്കണ്ടേ, അതിന് പോയാലോ. അപ്പം ചേമ്പ് ചടപടാ നന്നാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഉപ്പേരിക്കുള്ളത് നമുക്ക് വേപ്പിൻ്റെ ഇല കഴിഞ്ഞേ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഇനി. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്കുള്ള ഉള്ളിയൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കും അത് വേവും. അപ്പം അച്ചാറിലേക്കുള്ള ചേമ്പിൻ്റെ കട അല്ലെങ്കിൽ ചേമ്പിൻ്റെ മദറിനെ നമുക്ക് ഒരു കഷ്ണം നന്നാക്കി എടുക്കാം. ഞങ്ങൾ ചേമ്പിൻ തള്ള എന്ന് പറയും. ഇത് കണ്ടമാനം വേവില്ലേ, അതുകൊണ്ടാണ് ഇതെടുക്കുന്നത് നമ്മൾ അച്ചാറിലേക്ക്. കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഞാൻ. സാധനം നമ്മളുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഇവിടെ കഴിക്കാൻ ആൾക്കാരുടെ കുറവ് മൂലേ ഇതന്നെ നാളെ കടയിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക ഞാൻ. നീളത്തിൽ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. കണ്ടമാനം നീളം വേണ്ട കേട്ടോ. സാധനം എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. അപ്പം ഞാൻ ദേ കഴുകി നന്നായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലൊന്ന് മിളക് തിരുമ്പി വെക്കാം നമുക്ക് കുറച്ച് നേരം, ഉപ്പും മുളകൊന്ന് പിടിക്കാനായിട്ട്. കുറച്ച് ഉപ്പ്, കാശ്മീരി ചില്ലി ആട്ടാ, നല്ലൊരു കളർ വേണ്ടേ അതിന്. ഇത് നുള്ളന്നെ ഇടണുള്ളൂ. മഞ്ഞപ്പൊടി നമുക്ക് ചുവന്നതായിട്ടാണ് ഇരിക്കേണ്ടത്. കുറച്ച് നമ്മുടെ സാധാ മുളക് പൊടി ഇട്ടിട്ട് തിരുമ്മി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതായത് കഴുകി വാരിയ വെള്ളം ഉണ്ട് അതിൽ, അതേ വേണ്ടു. അപ്പോൾ വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി, പാത്രം കിട്ടിയതിന് ശേഷം നല്ല സുഖാട്ടാ.
പക്ഷെ മറക്കും ചില സമയത്തൊക്കെ. അപ്പോൾ നമ്മുടെ ചേമ്പിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതാണ് തൃശ്ശൂർക്കാരുടെ ചേമ്പുപ്പേരി. ചേമ്പുപ്പേരിയുടെ പരിപാടി കഴിഞ്ഞു. വേണ്ട ഇനി നമ്മുടെ തിരുമ്മി വെച്ച ചേനയല്ല ചേമ്പിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത്തിരി അധികം വെളിച്ചെണ്ണ വേണം ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് കുറച്ച് എണ്ണ ചേർത്തിട്ടായിട്ട് ഉണ്ടാക്കണം. വറുത്തെടുക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലായാലും വറുത്തെടുക്കാം, കടുകെണ്ണ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുവിധം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം നമുക്കിത്. പിന്നെ കണ്ടമാനം ഇളക്കൊന്നും വേണ്ട, കുറേ കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. കാര്യമായിട്ട് ഇളക്കി ഇതൊന്നും ആക്കിയില്ല കേട്ടോ ഞാൻ. അടുത്തത് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടും വെള്ളം കണ്ടാവും, തുണ്ട് വെള്ളം പോലും ആക്കാണ്ടാക്കിയില്ല. വെള്ളം വേണമെങ്കിൽ നമുക്ക് മുളകിൻ്റെ വെള്ളമല്ല അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കളയണ്ട. ഒന്നും കാശ് കൊടുക്കാണ്ട് കിട്ടണതില്ലല്ലോ, എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കിത്തിരി പച്ചമുളക്, വെളുത്ത പച്ചമുളകാണ് നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛനെ. പിന്നെ കുറച്ച് ഇഞ്ചി, അതൊരു വിധമൊക്കെ ആയി വരുമ്പോൾ ഇത് 2 വെളിച്ചെണ്ണയും എണ്ണയും കൂടി ആയ കാരണമായിട്ട് അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഇത് ഇട്ടുമ്പോൾ അതിൻ്റെ അതൊന്നും അറിയില്ല. പിന്നെ ഇത് അച്ചാർ പൊടി, ഇതിത്തിരി കായം, ഇതിത്തിരി മുളക് പൊടി. പിന്നെ വേണ്ടത് നമ്മുടെ വിനാഗിരിയാണ്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഞാൻ, കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കാണ്ട് വെള്ളം പോലെ വേണ്ടേ, ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. വിനാഗിരി പിന്നെ ഇത്തിരി അധികം ചേർക്കണം കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും പുളിപ്പിനില്ലല്ലോ,
പുളിയില്ലെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ. ഇതിൽ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് എന്തായാലും മതിയാവില്ല. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ചാറിലേക്ക് ആവശ്യമായ ഉപ്പാണുള്ളൂ. ഇപ്പോഴും ഇതെല്ലാം കടിച്ചോട്ടെ കേട്ടോ. കരുതി കരിന്നായിക്കത്. തീ ഓഫാക്കാം. നമുക്ക് നമ്മുടെ ചേമ്പച്ചാറ് ദേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ദേ നമ്മുടെ റെഡി ആയിട്ടാ. തരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു എരിവും പുളിയൊക്കെ റെഡി ആയിട്ട് വരുള്ളൂ. മതി, നിർത്താൻ പോവാട്ടാ. ദേ നല്ല കുട്ടപ്പൻ അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അച്ഛന് കൊടുത്തു നോക്കാട്ടെ നമുക്ക്. കഴിച്ചു നോക്കിയേ. എന്തിട്ടാന്ന് ചേമ്പ് അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ചേമ്പിന്റെ തള്ള രസമുണ്ടാ? നല്ല എരിവും നല്ലതൊക്കെ ഉണ്ട് അല്ലേ. സൂപ്പറല്ലേ? സൂപ്പറാന്ന് അച്ഛൻ പറയുന്നത്. ഞാനൊരു കഷ്ണം നോക്കിയിട്ട് പറയട്ടാ. പൊട്ടാണെങ്കിൽ അവരോട് പൊട്ടാന്ന് തന്നെ പറയണം. കാരണം ഇനി കുട്ടികൾ ഉണ്ടാക്കി നോക്കി. ചേമ്പാന്നൊന്നും പറയാൻ പറ്റില്ല. രസമുണ്ട്. അങ്ങനൊരു കടിക്കുമ്പോ ഇങ്ങനെ ഒരു മുറുക്കല്ല, ഇത്തിരി ഇങ്ങനെ അളഞ്ഞിട്ടാ കിടക്കണത്. അതാണത്. വേവും ഇല്ലല്ലോ, വെന്തിട്ടില്ല. വറുത്തപ്പോ നല്ല ക്രിസ്പി ആയിരുന്നു. പക്ഷെ പിന്നെ അത് അതിലിട്ടപ്പോഴേ ചേമ്പ് കറി ഇട്ടു. ചാറെന്ന് പറയാൻ നമുക്ക് ഇതാട്ടാ. ഇതേ ഉള്ളൂ ചാറായിട്ട്. രസമോ മോരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ അതൊന്നും നമ്മുടെ കയ്യിൽ ഇന്നില്ല. നമ്മുടെ ചേമ്പച്ചാറിട്ടു. പപ്പടം വെച്ചു, കൊണ്ടാട്ടം വെച്ചു, കുറച്ച് കയ്പ്പയ്ക്ക വെച്ചു. ഇത്രയേ ഉള്ളൂ ഒന്ന്. അപ്പോഴേ നമ്മുടെ പൈനാപ്പിൾ ഇല്ലേ, ആ ചെടി, അതും ഒരു പൈനാപ്പിൾ ഉണ്ടായിൻ്റെ. പൊട്ടിച്ചു തോട്ടെ. അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചെടിയായിട്ട് വരും കേട്ടാ. ഇങ്ങനെ ഒരു കുഞ്ഞത് ഇത്ര പോന്ന് കൊണ്ട് കുഴിച്ചിട്ടതാ. നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കായ്ച്ചു. ഫലം ഞാൻ പറിച്ചു. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ഒന്ന് മുറിച്ച് നോക്കിയാലോ നമുക്ക്. അതായത് ഇത്ര 3 പറഞ്ഞ വെച്ചാൽ മതിട്ടാ ഉണ്ടായി വരാൻ. അപ്പൊ എത്ര ചെടിച്ചട്ടിയിൽ വെക്കാം? 2. പിന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഓ നല്ല മുക്കണ്ട്, പഴുത്തിട്ട് പൊഴിഞ്ഞതാ. പച്ചയാകണ്ട ചേട്ടൻ തിന്നോക്ക്. ചൊറിയും ചിലപ്പോ.
എന്നോട് തിന്നോക്ക ചൊറിയോ നോക്ക. മധുരണ്ട് കേട്ടോ, വൈറ്റ് കളറാ. ചാവൂ. പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ ഇങ്ങനത്തെ പല പല സാധനങ്ങൾ തിന്നു നോക്കിയിട്ടാണ് നമ്മൾക്ക് തിന്നാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. ചേട്ടാ കഴിച്ചോക്ക്. പക്ഷെ ഞാൻ മുഴുവൻ തിന്നുന്നില്ല. അതിലുണ്ട് തിന്നണ്ട ചിലപ്പോ വേണ്ട. വഴുവഴുപ്പ് അല്ലേ, വഴുവഴുപ്പ് അങ്ങനെ. അപ്പൊ അതാണ് നമ്മുടെ ചെടിമിൻ്റെ അവിടെ പൈനാപ്പിൾ കേട്ടോ. മറ്റേ ചെടിമിലുണ്ടായിട്ട് വേറൊരു ചെടി വെച്ചിട്ടില്ലേ, അതുമ്മലുണ്ടായിട്ടുണ്ട് പൈനാപ്പിൾ. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ.